ENC എഡ്യൂമേറ്റിന്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ +1 അക്കൗണ്ടൻസി നമ്മൾ ഡിസ്കസ് ചെയ്തത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതിന്റെ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെ അതിന്റെ അനലൈസ് ചെയ്തതിനു ശേഷം ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്, ക്രെഡിറ്റ് ആസ്പെക്ട് എങ്ങനെ നമ്മൾ കണ്ടെത്തും എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനുകൾ എടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ട്രാൻസാക്ഷനിൽ വരുന്ന ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും കൃത്യമായി അനലൈസ് ചെയ്ത് ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും കൃത്യമായി ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത പറഞ്ഞവരാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ENC എഡ്യൂമേറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്ലാസ് മുഴുവൻ കാണുക. ക്ലാസ് മുഴുവൻ കണ്ടാൽ മാത്രമേ അക്കൗണ്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിൽ എന്താണ് നമുക്ക് നോക്കാം. ദ റെക്കോർഡിംഗ് ഓഫ് ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. എന്താണ് പറയുന്നത്? ഒരു ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്, ക്രെഡിറ്റ് ആസ്പെക്ട് എന്താണ്, അവ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലെ ബുക്കെല്ലാം എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ജേർണലും ലെഡ്ജറും ട്രയൽ ബാലൻസും ഒക്കെ നമ്മൾ തയ്യാറാക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കാം. ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസിന്റെ ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് മീൻസ് ദ റെക്കോർഡിംഗ് ഓഫ് ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് account. Each and every transaction has at least two aspects, receiving aspect, giving aspect. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിനിമം 2 ആസ്പെക്ട് അതിലുണ്ടായിരിക്കും. മിനിമം 2 അക്കൗണ്ടിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് റിസീവിംഗ് ആസ്പെക്ട് ആണെങ്കിൽ ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നു, ഗിവിംഗ് ആസ്പെക്ട് ആണെങ്കിൽ അതിന് ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നു. നമ്മൾ ബുക്ക് കീപ്പിംഗ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് തയ്യാറാക്കിയിരിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഡബിൾ എൻട്രി സിസ്റ്റമായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിന് പ്രധാനമായിട്ടും 2 സ്റ്റേജ് ഉണ്ട്. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് 2 സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തേത് ജേർണൽ, പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ. രണ്ടാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ. ഈ 2 മെയിൻ സ്റ്റേജ് വഴിയാണ്, ഈ 2 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തത്. എവിടെയാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ഏതൊക്കെയാണ്? ജേർണൽ, പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ. നമ്മൾ അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നതും ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ജേർണലെ കുറിച്ചാണ്. ലെഡ്ജർ നമ്മൾ പിന്നീട് പഠിക്കും. ജേർണൽ എന്താണ്, എങ്ങനെ നമ്മൾ ജേർണൽ തയ്യാറാക്കുന്നു, എന്താണ് ജേർണൽ എൻട്രി എന്നൊക്കെ നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. എന്താണ് ജേർണൽ? ജേർണൽ ഈസ് ദ പ്രൈം ബുക്ക്. ഓർമ്മിക്കുക, ജേർണൽ ഈസ് ദ പ്രൈം. നമ്മൾ ആദ്യമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻ നമ്മൾ ആദ്യമായി റെക്കോർഡ് ചെയ്യുന്നത് ഏത് ബുക്കിലാണ്? ജേർണൽ എന്ന ബുക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജേർണലിനെ പറഞ്ഞ പേര് ഇറ്റ് ഈസ് ദ പ്രൈം ബുക്ക് ആൻഡ് ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ജേർണലിന്റെ വേറൊരു പേര് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. കാരണം എന്താണ്? നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. എവിടെയാണ്? ജേർണലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ജേർണലിനെ പറഞ്ഞ വേറൊരു പേര് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അതല്ലെങ്കിൽ പറഞ്ഞത് ബുക്ക് ഓഫ് പ്രൈം എൻട്രി. നമ്മൾ ഏതിനെ പറയുന്നുണ്ട്? ജേർണലിനെ പറയുന്നത്. ബിക്കോസ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ് ആർ റെക്കോർഡഡ് ഇൻ ദ ഓർഡർ വിച്ച് ദേ ആർ റെക്കോർഡഡ് ഇൻ ജേർണൽ. എവിടെയാണ്? ബിസിനസ് സ്ഥാപനം നടക്കുന്ന ട്രാൻസാക്ഷൻസ് അവ ട്രാൻസാക്ഷൻ നടക്കുന്ന രീതി അനുസരിച്ച് ആദ്യം നടക്കുന്നത് ആദ്യം, അത് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നു. അപ്പൊ ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻസ് അവ നടക്കുന്ന സമയക്രമം അനുസരിച്ചുകൊണ്ട് കൃത്യമായി എവിടെ റെക്കോർഡ് ചെയ്യുന്നു? ആദ്യമായിട്ട് ജേർണൽ എന്ന ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. അത് നമുക്ക് പറയാം ജേർണൽ ഈസ് ദ പ്രൈം ബുക്ക്, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്ന് നമ്മൾ പറയുന്നത്. ബിക്കോസ് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ഒക്കർ ഇൻ ജേർണൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്? ഈ സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഏത് ഓർഡറിലാണ്? ക്രോണോളജിക്കൽ ഓർഡർ. കാരണം എന്താണ്? ആദ്യം നടക്കുന്ന ട്രാൻസാക്ഷൻ ആദ്യം എഴുതുന്നു. ഓക്കെ, അപ്പൊ ജേണലിന്റെ നമ്മൾ ജേണലിന്റെ നാൾവഴി എന്ന് പറയും. ബിസിനസ് സ്ഥാപനത്തിന്റെ നാൾവഴി എന്ന് പറയുന്നത് മലയാളത്തിൽ എന്താണ് നാൾവഴി? ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസ് കൃത്യമായി നമ്മൾ എവിടെ രേഖപ്പെടുത്തി വെക്കുന്നു? ജേണൽ എന്ന വാക്കാണ്, ജേണൽ എന്ന ബുക്കിലാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ജേണൽ നമ്മളൊരു ഫ്രഞ്ച് വേർഡ്, പഴയ ഒരു ഫ്രഞ്ച് വേർഡ് ആണ് ജേർ എന്ന വാക്കിനാണ് വന്നത്. ജേർ, JOUR, ജേറിന്റെ അർത്ഥം ഡേ എന്നാണ് ഇതിനെ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഡേ വൈസ് ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസ് കൃത്യമായി അത് നടക്കുന്ന സമയക്രമം അനുസരിച്ച് നമ്മൾ രേഖപ്പെടുത്തുന്നത് ജേണലിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറഞ്ഞ പേര് ജേണൽ, ഡേ ബുക്ക് എന്ന് നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, ജേണൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ദ പ്രൈം ബുക്ക്, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി നമ്മളൊന്ന് കാരണം സ്ഥാപനത്തിൽ വന്ന ട്രാൻസാക്ഷൻ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേണലിലായിരിക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. അടുത്ത നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ജേർണലൈസിംഗ്? ജേർണലൈസിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ ജേർണൽ. നമ്മൾ ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേര്, ആ പ്രക്രിയ പറയുന്ന പേരാണ് ജേർണലൈസിംഗ്. നമ്മൾ അടുത്ത് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ജേർണലൈസിംഗ്. എന്താണ് ഈ ജേർണലൈസിംഗ് എന്ന് പറഞ്ഞാൽ? ജേർണലൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ ജേർണൽ. ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ജേർണൽ. ആൻഡ് ദ ട്രാൻസാക്ഷൻസ് entered in the journal are called journal entry. അർത്ഥം പഠിക്കുന്ന പുതിയൊരു വാക്കാണ് ജേർണൽ എൻട്രി. എന്താണ് ഈ ജേർണൽ എൻട്രി? നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന രീതി പറഞ്ഞ പേര് ജേർണൽ എന്നും ജേർണലൈസിംഗ് എന്നും. ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നത് പഠിക്കും. ആ റെക്കോർഡ് ചെയ്യപ്പെട്ട ട്രാൻസാക്ഷൻസിനെ പറഞ്ഞ പേര് ജേർണൽ എൻട്രി എന്നും പറയുന്നു. 3 വാക്ക് പഠിച്ച് നമ്മൾ എന്താണ് ജേർണൽ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ നടക്കുന്നത് 2 സ്റ്റേജിലൂടെയാണ്. ഒന്നാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ, രണ്ടാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ. അതിൽ ആദ്യത്തെ നമ്മൾ പഠിക്കുന്നത് ജേർണൽ. ജേർണൽ എന്ന് വെച്ചാൽ എന്താണ്? ജേർണൽ ഫസ്റ്റ് ടൈം തന്നെ ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ജേർണൽ എന്ന് പറയുന്നത്. ജേർണലിൽ നമ്മൾ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് ആ രീതിയെ പറഞ്ഞ പേര് ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ ജേർണൽ ഈസ് കോൾഡ് ജേർണലൈസിംഗ്. ആ ട്രാൻസാക്ഷൻസ് നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, റെക്കോർഡ് ചെയ്തതിനു ശേഷം അതിനെ പറഞ്ഞ പേര് ജേർണൽ എൻട്രി. 3 മനസ്സിലായല്ലോ? ജേർണൽ, ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി ആൻഡ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. Journalizing, process of recording transaction in journal. Journal is the transactions entered in the journal are known as a journal entry. നമ്മൾ ഈ ജേർണലിന്റെ നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഡേ ബുക്ക്. കാരണം ഞാൻ പറഞ്ഞു ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസ് കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഡെയിലി ട്രാൻസാക്ഷൻ നമ്മൾ അതിന്റെ എന്താണ് ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ പറഞ്ഞ പേര് എന്താണ് ഡേ ബുക്ക് എന്ന് നമ്മൾ അതിനെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഫോർമാറ്റ് എങ്ങനെയാണ് ജേർണലിന്റെ ഫോർമാറ്റ് പഠിക്കുക. നമുക്ക് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഇനി അങ്ങോട്ടേക്കുള്ള അക്കൗണ്ടൻസി ക്ലാസ്സുകളിലെല്ലാം നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഫോർമാറ്റ് ആണ് ഫോർമാറ്റ് ഓഫ് ജേർണൽ. ഫോർമാറ്റ് ഓഫ് ജേർണൽ നമുക്ക് നോക്കാം. കൃത്യമായി നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചു വെച്ച് പഠിക്കേണ്ടതാണ്. ജേർണലിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് നോക്കിക്കോളൂ. ആദ്യം നമുക്ക് ഫോർമാറ്റ് തന്നെ പഠിച്ചേക്കാം. നോക്കിക്കോളൂ, വേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഡേറ്റ്. ഏത് ദിവസമാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ആ ട്രാൻസാക്ഷൻ നടന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ 1/1/2020 ജാനുവരി 1/2020 ആണെങ്കിൽ നമ്മൾ അവിടെ ഡേറ്റ് എഴുതി കാണിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ കോളത്തിൽ നമുക്ക് വേണ്ടത് ഡേറ്റ്. ദെൻ നമുക്ക് വേണ്ടത് രണ്ടാമത്തെ കോളം കുറച്ച് വലിയൊരു കോളമാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം നമ്മളോട് ട്രാൻസാക്ഷൻസിന്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പർട്ടിക്കുലേഴ്സ്. നമ്മുടെ രണ്ടാമത്തെ കോളത്തിനെ പറഞ്ഞ പേര് പർട്ടിക്കുലേഴ്സ്. ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ്, അത് ഇത്തിരി വലുതായിരിക്കണം. ഓക്കെ, പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നത്. ദെൻ നമുക്ക് മൂന്നാമത്തേത് ഒരു ചെറിയൊരു കോളമാണ് വേണ്ടത്. അവിടെ നമ്മൾ ലെഡ്ജർ ഫോളിയോ, LF എന്നാണ് നമ്മൾ എഴുതുന്നത്. ലെഡ്ജർ ഫോളിയോ എന്ന് നമ്മൾ എഴുതും. എന്താണ് ലെഡ്ജർ ഫോളിയോ? നമ്മൾ ഇവിടെ ജേർണൽ എൻട്രി എഴുതിയതിനു ശേഷം, നമ്മൾ ജേർണൽ എൻട്രി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജേർണൽ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം ആ ട്രാൻസാക്ഷൻ വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത് ലെഡ്ജർ. നമ്മൾ അടുത്ത് പഠിക്കും.
നമ്മൾ ഇതിനെ വീണ്ടും ഒരേ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. അതിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പം സിമിലർ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ അതിനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ അവസാനിക്കുന്ന റെക്കോർഡിംഗ്, ഇവിടെ നമ്മൾ ജേണൽ എൻട്രി തയ്യാറാക്കുന്നതേ ഉള്ളൂ. ഈ ജേണൽ എൻട്രി ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും നമ്മൾ വീണ്ടും ലെഡ്ജറിലേക്ക് തയ്യാറാക്കും. അപ്പൊ ഈ ട്രാൻസാക്ഷൻ ലെഡ്ജറിൽ ഏത് പേജ് നമ്പറിലാണ് വരുന്നത്? ഇപ്പൊ നമ്മുടെ ലെഡ്ജർ ഫോളിയോ മീൻസ് പേജ് എന്നാണ് അർത്ഥമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെട്ട ലെഡ്ജറിന്റെ പേജ് നമ്പർ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എത്രാമത്തെ പേജിലാണ് ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെട്ടത്, ഓക്കെ, അത് രേഖപ്പെടുത്തുന്ന സ്ഥലമാണ്, പേജ് നമ്പർ രേഖപ്പെടുത്തുന്ന സ്ഥലമാണ് ലെഡ്ജർ ഫോളിയോ. വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടാകും, കുറെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ കൃത്യമായിട്ട് എന്ത് എഴുതണം? അവിടെ ലെഡ്ജർ ഫോളിയോ പേജ് നമ്പർ നമ്മൾ എഴുതിയിരിക്കണം. then അടുത്ത നമുക്ക് വരുന്ന അടുത്ത കോളത്തിൽ വരുന്നത് ഡെബിറ്റ് റുപ്പീസ്. ഓക്കെ, ഡെബിറ്റ് എമൗണ്ട് എത്രയാണ് നമ്മളത് കാണിക്കുക. then ലാസ്റ്റ് വരുന്നത് ക്രെഡിറ്റ് എമൗണ്ട്. ഇതാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫോർമാറ്റ് ഓഫ് ജേണലിന്റെ ഫോർമാറ്റ് ഇതാണ്. നന്നായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തത് ഡേറ്റ്, ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ്. ദെൻ നമ്മുടെ ജേണൽ എൻട്രിയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ് കോളമാണ്. അവിടെയാണ് നമ്മൾ ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നത്. ലെഡ്ജർ ഫോളിയോ ഞാൻ പറഞ്ഞു. പേജ് നമ്പർ എവിടെയാണ് ഈ ട്രാൻസാക്ഷൻ, നമ്മളിപ്പോ ഇവിടെ എഴുതിയ ട്രാൻസാക്ഷൻസിന്റെ ലെഡ്ജർ എവിടെയാണ് ആ ബുക്കിൽ കാണപ്പെടുന്നത്, അതിന്റെ പേജ് നമ്പർ. ദെൻ ഡെബിറ്റ് എമൗണ്ട്, ഡെബിറ്റ് ആസ്പെക്ടിന്റെ എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. എപ്പോഴും ഒരു ട്രാൻസാക്ഷൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓർമ്മിക്കുക, അതിപ്പോ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് വന്നാലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് വന്നാലും, ഒരു ട്രാൻസാക്ഷനും ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് വന്നാലും ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് വന്നാലും, അതല്ല ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആണെങ്കിലും എപ്പോഴും ട്രാൻസാക്ഷൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഒരു പ്രാവശ്യം കൂടെ. ഫോർമാറ്റ് ഓഫ് ജേണൽ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. എങ്ങനെ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യപ്പെടും, എങ്ങനെ നമ്മൾ കുറെ ഡെബിറ്റ് ആസ്പെക്ട് ക്രെഡിറ്റ് ആസ്പെക്ട് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, എങ്ങനെ നമ്മൾ ജേർണലൈസിംഗ് ചെയ്യുന്നത്. ജേർണലൈസിംഗ് എന്താണ്? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ജേർണൽ ഈസ് കോൾഡ് ജേർണലൈസിംഗ്. അപ്പൊ നമ്മളിവിടെ പോകാൻ പോണ ഓരോ ട്രാൻസാക്ഷനും എങ്ങനെ നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസാക്ഷൻ എഴുതുകയാണ്. 1/1/2020 ജാനുവരി 1-ാം തീയതി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. 50,000 രൂപ. നമുക്കൊരാളുടെ പേരുടെ കൊടുക്കാം. എന്താണ്? അനിൽ. ഞാൻ എപ്പോഴും പറഞ്ഞ പേര് എളുപ്പത്തിൽ വരുന്നത് അനിൽ. അപ്പൊ 1/1/2020 അനിൽ എന്ത് ചെയ്തു? ഒരു ബിസിനസ് ആരംഭിച്ചു. എത്ര രൂപ കൊണ്ടാണ് ബിസിനസ് ആരംഭിച്ചത്? 50,000 രൂപ കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡെബിറ്റ് ആസ്പെക്ട് ബിസിനസ് ആരംഭിക്കുമ്പോഴേക്കും അവിടെ വന്ന ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനസ്സിലാക്കി തന്നിരുന്നു. അപ്പൊ നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അവിടെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയെ പറഞ്ഞ പേരെന്താണെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു അടുത്തത് എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു? ക്യാഷ് വരുന്നു. ക്യാപിറ്റലായിട്ട് എന്ത് വരുന്നുണ്ട്? ക്യാഷ് വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നാൽ അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് അക്കൗണ്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തേത് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ അവിടെ ട്രാൻസാക്ഷൻ എഴുതാൻ സാധിക്കും? ക്യാഷ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തത് കൊണ്ട് ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റില് അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ നമുക്കിവിടെ വന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. എങ്ങനെയാണ് ഇത് എവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ജേർണലൈസിംഗ് ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യം നമ്മൾ ഡേറ്റ് എഴുതണം കൃത്യമായിട്ട്. 1/1/2020 ഡേറ്റ് എഴുതി കഴിഞ്ഞു. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് ട്രാൻസാക്ഷൻസിന്റെ ഡെബിറ്റ് അക്കൗണ്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എപ്പോഴും അക്കൗണ്ടിന്റെ പേര് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കാം. ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെബിറ്റ് അക്കൗണ്ട് എപ്പോഴും പർട്ടിക്കുലർ കോളത്തിന്റെ ഇടത് വശത്തെ ലൈനോട് ചേർത്ത് എഴുതുക. ഓക്കെ, അതിന്റെ അടുത്തേക്ക് നീക്കി എഴുതുക. ഡെബിറ്റ് അക്കൗണ്ട് എന്തായിരുന്നു? ഈ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട്. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു,
ക്യാഷ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് എന്ന് തന്നെ എഴുതണം. ഒന്നിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് ഫുൾ എഴുതുകയോ അല്ലെങ്കിൽ നമ്മുടെ എളുപ്പത്തിന് അക്കൗണ്ടിന്റെ അബ്രീവിയേഷൻ ക്യാഷ് ബാർ സി. ഓക്കെ, ക്യാഷ് ബാർ ആണ് ക്യാഷ് അക്കൗണ്ട് നമ്മൾ എഴുതാറുണ്ട്. ഷോർട്ട് ഫോം അക്കൗണ്ടിന്റെ ഷോർട്ട് ഫോം. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. ഇതൊരു ഡെബിറ്റ് അക്കൗണ്ട് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി, ഇത് ഡെബിറ്റ് ആസ്പെക്ട് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പർട്ടിക്കുലർ കോളത്തിന്റെ റൈറ്റ് സൈഡ് ചേർത്ത് നമ്മൾ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. DR ഡെബിറ്റ് എന്ന അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്ന DR അവിടെ എഴുതുക. കാരണം ഇത് മനസ്സിലാക്കുന്നത് ഇതൊരു ഡെബിറ്റ് അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്ട് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പർട്ടിക്കുലർ കോളത്തിന്റെ ഡെബിറ്റ് ആസ്പെക്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു? പർട്ടിക്കുലർ കോളത്തിന്റെ ലെഫ്റ്റ് സൈഡ് ഇടതുവശത്തോട് ചേർത്ത് ക്യാഷ് അക്കൗണ്ട് എഴുതുക. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതുക. ദെൻ അത് ഡെബിറ്റ് ആണെന്ന് എഴുതാൻ വേണ്ടി അത് പർട്ടിക്കുലർ കോളത്തിന്റെ റൈറ്റ് സൈഡ് DR എന്ന് കൊടുക്കുക. അപ്പൊ നമ്മളുടെ ഡെബിറ്റ് അക്കൗണ്ട് എഴുതി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ട്രാൻസാക്ഷന് മിനിമം 2 അക്കൗണ്ടിനെ അഫക്ട് ചെയ്യുന്ന 2 ആസ്പെക്ട് ഉണ്ടായിരിക്കും. ഒരു ഡെബിറ്റ് ആസ്പെക്ടും ഒരു ക്രെഡിറ്റ് ആസ്പെക്ടും. ഇപ്പൊ ഇവിടെ നമ്മൾ ഡെബിറ്റ് ആസ്പെക്ട് എഴുതി കഴിഞ്ഞു. അടുത്ത നമുക്ക് വേണ്ടത് ക്രെഡിറ്റ് ആസ്പെക്ട്. എന്തായിരുന്നു ക്രെഡിറ്റ് ആസ്പെക്ട്? ക്യാഷ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. സോ നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴും ഒരു ടാബ് അകലെ. എന്താണ് നമ്മുടെ ഡെബിറ്റ് ആസ്പെക്ടിന് തൊട്ട് നേരെ താഴെ എഴുതുന്നത് ഒരു ടാബ് 1-2 അക്ഷരങ്ങൾക്ക് ശേഷം മാറ്റി എഴുതുക. ക്രെഡിറ്റ് ആസ്പെക്ട് എപ്പോഴും തുടങ്ങുന്നത് 2 എന്നാണ്. ഓക്കെ, ക്രെഡിറ്റ് ആസ്പെക്ട് തുടങ്ങുന്നത് 2 എന്നാണ്. 2 ഏത് അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ആസ്പെക്ട് വന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട്. അക്കൗണ്ടിന്റെ ഷോർട്ട് ഫോം ക്യാപിറ്റൽ അക്കൗണ്ട്. ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുന്ന രീതി എങ്ങനെയാണ്? നമ്മുടെ ഡെബിറ്റ് ആസ്പെക്ട്, അതായത് പർട്ടിക്കുലർ കോളത്തിൽ നിന്ന് ഒരു ടാബ് വിട്ടിട്ട് ഒരല്പ സ്ഥലം വിട്ടിട്ട് നമ്മൾ 2 എന്നാണ് തുടങ്ങാൻ വേണ്ടി. അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും ഈ 2 എന്നുള്ളതാണ് ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ആസ്പെക്ട് പർട്ടിക്കുലർ കോളത്തിന്റെ ലൈനോട് ചേർത്ത് എഴുതുന്നു. ക്രെഡിറ്റ് ആസ്പെക്ട് ഒരല്പ സ്ഥലം മാറ്റി നമ്മൾ എഴുതുന്നു. എപ്പോഴും ക്യാഷ് നമ്മുടെ ട്രാൻസാക്ഷൻസിന്റെ അക്കൗണ്ട് നെയിം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, വലിയ അക്ഷരത്തിൽ എഴുതാനായിട്ട് ശ്രമിക്കാം. ദെൻ നമുക്കിപ്പോ അക്കൗണ്ടിന്റെ രീതി എഴുതി കഴിഞ്ഞു. അടുത്ത നമ്മൾ വരുന്നത് ഡെബിറ്റ് എമൗണ്ട് എഴുതാൻ പോവുകയാണ്. എന്താണ് ഡെബിറ്റ് എമൗണ്ട്? 50,000 രൂപ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. 50,000 ഞാൻ പറഞ്ഞു എപ്പോഴും ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ടും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ക്രെഡിറ്റ് എമൗണ്ട് എത്ര തന്നെയാണ്? 50,000. അതിന്റെ നേരെ എഴുതുക. ക്രെഡിറ്റ് ആസ്പെക്ടിന്റെ നേരെ ക്രെഡിറ്റ് എമൗണ്ട് എഴുതുക. ഡെബിറ്റ് ആസ്പെക്ടിന്റെ നേരെ ഡെബിറ്റ് എമൗണ്ട് എഴുതുക. കംപ്ലീറ്റ് ആയ ഒരു ജേണൽ എൻട്രി ഇല്ല. നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ ജേണലിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേര് ജേണൽ എൻട്രി എന്നാണ്. ഒരു ജേണൽ എൻട്രി കംപ്ലീറ്റ് ആകണമെങ്കിൽ ആ ട്രാൻസാക്ഷൻസിന്റെ തൊട്ട് താഴെ, നമ്മുടെ ജേണൽ എൻട്രിയുടെ തൊട്ട് താഴെ ബ്രാക്കറ്റിനകത്ത് ഈ ട്രാൻസാക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ, ഒരു ലഘു വിവരണം നമ്മൾ അതിന്റെ അകത്ത് നൽകിയിരിക്കണം. എന്താണ് ലഘു വിവരണം? നറേഷൻ എന്ന് പറയും നമ്മൾ അതിന്. എന്താണ്? ദ ബ്രീഫ് എക്സ്പ്ലനേഷൻ ബിലോ ദ ജേണൽ എൻട്രി. ജേണൽ എൻട്രിയുടെ തൊട്ട് താഴെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവണം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റും ആണെങ്കിൽ അത് ഏത് ട്രാൻസാക്ഷൻ ആണ്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാഷ് വന്നു, ക്യാപിറ്റൽ കൂടി. അതിന്റെ അർത്ഥം അവിടെ ഏത് ട്രാൻസാക്ഷൻ നടന്നു? സംബഡി ബ്രിങ്സ് ക്യാഷ്. ആരെങ്കിലും സംബഡി ബ്രിങ്സ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് ആരംഭിക്കാൻ ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ട്രാൻസാക്ഷൻസിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇതിനെ പറഞ്ഞ പേരാണ് നറേഷൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയി, ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞെന്ന് മനസ്സിലാക്കാൻ ആ നറേഷൻ പർട്ടിക്കുലർ കോളത്ത് മാത്രം ഒരു വര വരയ്ക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയത്. എങ്ങനെ ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയത്? ആദ്യം ഡേറ്റ് എഴുതി, ഡെബിറ്റ് അക്കൗണ്ട് ആദ്യം എഴുതുന്ന രീതി മനസ്സിലാക്കുക. പർട്ടിക്കുലർ കോളത്തിന്റെ ഇടതുവശം ചേർത്ത് എഴുതുക. ആ ഡെബിറ്റ് അക്കൗണ്ട് വലതുവശം, പർട്ടിക്കുലർ കോളത്തിന്റെ വലതുവശത്ത് എന്ത് ചെയ്യണം? ഡെബിറ്റ്. കാരണം ഇതൊരു ഡെബിറ്റ് ആസ്പെക്ട് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ ഒരു ടാബ് അകലെ ഒരല്പ സ്ഥലം മാറ്റിയിട്ട് വേണം 2 എന്ന് ആരംഭിക്കുക. ക്രെഡിറ്റ് അക്കൗണ്ട് ആരംഭിക്കുന്നത് 2 എന്ന അക്കൗണ്ടാണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ പേര് എഴുതുക. അതിനുശേഷം ഡെബിറ്റ് എമൗണ്ട് എഴുതുക. ദെൻ ക്രെഡിറ്റ് എമൗണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡെബിറ്റ് അക്കൗണ്ട് എഴുതിയ ഉടനെ ഡെബിറ്റ് എമൗണ്ട് എഴുതാം, ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതിയ ഉടനെ ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതാം. ഓക്കെ, അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് എഴുതുക. ദെൻ ബ്രാക്കറ്റിനകത്ത് എന്ത് എഴുതണം? നറേഷൻ എഴുതി കാണിക്കുക. നറേഷൻ എന്താണ്? ഈ ട്രാൻസാക്ഷൻ എന്ത് ഉദ്ദേശിക്കുന്നു.
ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ട്രാൻസാക്ഷൻ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒരു ട്രാൻസാക്ഷൻ, അടുത്ത ട്രാൻസാക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് പഠിക്കും. അടുത്തൊരു ട്രാൻസാക്ഷൻ പെയ്ഡ് റെന്റ് കൊടുത്തു. പെയ്ഡ് റെന്റ് ഡേറ്റ് നടന്നത് എന്താണ്? 2/1/2020. 2/1/2020 ജാനുവരി 2-ാം തീയതി നമ്മൾ വാടക കൊടുത്തു. അപ്പൊ റെന്റ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മിക്കുക, അതൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ സ്ഥാപനത്തിന്റെ എക്സ്പെൻസ് കൂടി. ദെൻ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അസറ്റ്, നമ്മുടെ ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. അപ്പൊ ഈ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ പഠിച്ചിരുന്ന റൂളില് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, അസറ്റ് ഡിക്രീസ് ചെയ്തു. സോ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഈ പെയ്ഡ് റെന്റ് എന്ന ട്രാൻസാക്ഷനിൽ അഫക്ട് ചെയ്യുന്ന രണ്ട് അക്കൗണ്ട്, റെന്റ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ആസ്പെക്റ്റും ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആസ്പെക്റ്റും. എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം? ഡേറ്റ് എഴുതാം. ആദ്യം 2/1/2020 ഡേറ്റ് എഴുതി. നമുക്ക് പഠിച്ച് പെയ്ഡ് റെന്റ് ആകുമ്പോൾ റെന്റ് ആണ് എക്സ്പെൻസ്, സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട്. ഓക്കെ, എക്സ്പെൻസ് ഏതാണോ ആ അക്കൗണ്ട് നമ്മൾ കൂടുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, റെന്റ് ഇൻക്രീസ് ചെയ്തു, റെന്റ് സ്ഥാപനത്തിന്റെ ചെലവ് കൂടി. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്ത് ഏത് അക്കൗണ്ട് എഴുതുന്നു? റെന്റ് അക്കൗണ്ട്, ഡെബിറ്റ് അക്കൗണ്ട്. നമ്മുടെ പർട്ടിക്കുലർ കോളത്തിന്റെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് എഴുതുക. റെന്റ്, അതിന്റെ അബ്രീവിയേഷൻ ഷോർട്ട് ഫോം, അക്കൗണ്ടിന്റെ ഷോർട്ട് ഫോം അക്കൗണ്ട് കൊടുക്കുക. ഇത് ഡെബിറ്റ് അക്കൗണ്ട് എന്ന് അറിയാൻ വേണ്ടി നേരെ പർട്ടിക്കുലർ കോളത്തിന്റെ റൈറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതുക. എത്ര രൂപയാണ്? 2000 ആണെന്ന് വെച്ചോളൂ. 2000 റുപ്പീസ് വാടക കൊടുത്തു. നമ്മൾ ഡെബിറ്റ് എമൗണ്ട് എഴുതുന്നു. അടുത്ത എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആസ്പെക്ട് എഴുതാൻ പോകണം. ക്രെഡിറ്റ് ഞാൻ പറഞ്ഞു ഒരു ടാബ് ഒരല്പം സ്ഥലം മാറ്റിയിട്ട് 2 എഴുതുക. 2 നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് അസറ്റ് കുറഞ്ഞു. സോ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ അതിന്റെ ക്രെഡിറ്റ് എമൗണ്ട് എഴുതുന്നു 2000. കഴിഞ്ഞ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് അല്ല, നമ്മൾ അതിന്റെ നറേഷൻ എഴുതാൻ പോണ്. പെയ്ഡ് റെന്റ്. ഈ ട്രാൻസാക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെയ്ഡ് റെന്റ്. ദെൻ ഒരു വര വരയ്ക്കുക. പർട്ടിക്കുലർ കോളത്തിൽ മാത്രം ഒരു വര വരയ്ക്കുക. ഇപ്പോൾ മാത്രമാണ് നമ്മുടെ ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയത്. ഓക്കെ, ഫോർമാറ്റ് ഓഫ് ജേണൽ എൻട്രി ഒന്നുകൂടെ മനസ്സിലാക്കുക. ഡേറ്റ് കോളം, പർട്ടിക്കുലർ കോളം, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ദെൻ ആദ്യം ഡേറ്റ് എഴുതുക. അടുത്ത് എന്ത് ചെയ്യണം? അതിനുശേഷം നമുക്ക് എന്ത് വരുന്നുണ്ട്? ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എഴുതി കാണിക്കുക. എമൗണ്ട് എഴുതുക, നറേഷൻ എഴുതുക. ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ജേണൽ, ഫോർമാറ്റ് ഓഫ് ജേണൽ വരുന്നത്. ഇൻകം ഉണ്ടായി, സെയിൽസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സെയിൽസ് അക്കൗണ്ട് എത്ര രൂപയാണ്? 5000 റുപ്പീസ്. നറേഷൻ എഴുതുക. ക്യാഷ് സെയിൽസ് എന്നോ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നോ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയത് നമ്മളിവിടെ വരയിടുന്നുണ്ട്. പർട്ടിക്കുലർ കോളത്തിൽ മാത്രം നമ്മൾ വരയിടുകയും ട്രാൻസാക്ഷൻ. നിങ്ങൾക്ക് കൂടുതൽ ട്രാൻസാക്ഷൻസ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. നിങ്ങൾ മാക്സിമം അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ജേണൽ, എന്താണ് ജേണൽ എൻട്രി, എന്താണ് ജേണലൈസിംഗ് എന്ന് നമ്മൾ പഠിച്ചു. ഫോർമാറ്റ് ഓഫ് ജേണൽ നമ്മൾ പറഞ്ഞു. ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും മനസ്സിലാക്കി. ഡെബിറ്റ് അക്കൗണ്ട് എഴുതുന്ന രീതി, ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുന്ന രീതി, എമൗണ്ട് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുഴുവനും നമ്മൾ ക്ലാസ് മുഴുവൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.